ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഗൈസ് വിത്തൗട്ട് ക്യാരക്ടർ സ്കിൽ ചാലഞ്ചാണ് ഗൈസ്. അതായത് നമ്മൾ BRE വിത്തൗട്ട് ക്യാരക്ടർ സ്കില്ലായിട്ടാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗൈസ്. നമുക്ക് സിമ്പിളായിട്ടുള്ള ചാലഞ്ചാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൽ ചാലഞ്ച് ചെയ്യാൻ പോയാൽ പിന്നെ അത് നമ്മളായിട്ട് എടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെല്ലാ ക്യാരക്ടറിനെയും അൺഎക്യൂപ്പ് ചെയ്യുകയാണ് ഗൈസ്. ആദ്യം റൈഡിനെ അൺഎക്യൂപ്പ് ചെയ്യണം ഗൈസ്, പിന്നെ ലൂണ, പിന്നെ നൈറി, പിന്നെ വൂൾഫ്ര. നമ്മളെല്ലാവരും അണ്ണക്കിപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നൈറി റൈഡിനെ ഏറ്റവും അണ്ണക്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോഡ് ഔട്ടും അണ്ണക്കിപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് പെറ്റിനെ അണ്ണക്കിപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അതിനെ കൂടെ അണ്ണക്കിപ്പ് ചെയ്യുന്നത് ഗൈസ്. നമ്മൾ പിന്നെ അറിയാമല്ലോ പെറ്റിനെ എന്താണ് നമ്മൾ അണ്ണക്കിപ്പ് ചെയ്ത് നമ്മൾ ചാഴ്ന്ന കയറിയിട്ട് നമ്മൾ പവറായി അങ്ങനെ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നേരെ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം ഗൈസ്. സ്റ്റാർട്ടിങ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഗൈസ് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ഗെയിം തുടങ്ങിയാൽ പിന്നെ അറിയാമല്ലോ, പിന്നെ ഫുൾ ത്രില്ലായിട്ടുള്ള കളിയായിരിക്കും. അപ്പോൾ ഗൈസ് ഇറങ്ങി നമ്മുടെ ലോബി ഗൈസ് ഒരു റെഡ് ക്രീമിയും ഗൈസ് ഒരു ഗോൾഡൻ ക്രീമിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ സൂപ്പർ റിമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ നമ്മൾ മറ്റേ നറൂട്ടോയുടെ ഇവൻറ്റ് വന്ന മറ്റേ ലോബിയിലോട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഈ നറൂട്ടോയുടെ ഇവൻറ്റ് വന്ന ലോബി ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് കമൻറ്റിലൊന്ന് പറയും ഗൈസ്. ഈ സൂപ്പർ റിമോട്ടും കാര്യങ്ങളൊക്കെ പോലെയാണ് ഗൈസ്. നമ്മൾ നേരെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിഡിലോട്ടാണ് ഗൈസ്. മില്ലി എനിമീസ് കുറച്ചേ ഉള്ളൂ. മില്ലി കുറച്ച് എനിമീസിനെ കില്ലെടുത്തിട്ട് നമ്മൾ ചത്തിട്ട് പിന്നെയും പോകാനാണ് നമ്മുടെ തീരുമാനം. നമ്മൾ നേരെ പറന്നിറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ മിഡിലോട്ട് തന്നെയാണ് ഇറങ്ങുന്നത് ഗൈസ്. ഇവിടെ എനിമീസ് അത്യാവശ്യം എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇറങ്ങിയ പാടെ കേസ് ഒരു AK-47 ഒരു നോൾജൈസറുമാണ് നമുക്ക് കിട്ടിയത് ഗൈസ്. നമ്മൾ നേരെ നോൾജൈസർ പോകുന്നത് നമുക്ക് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അവിടുന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇവിടെ നിന്ന് എനിക്ക് മൂഞ്ചി വന്നു. അതുകൊണ്ട് എനിക്കറിയായിരുന്നു ക്യാറ്റ് സ്കില്ലും ഇല്ല. ബാക്കിൽ നിന്ന് M18073 പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തിൽ അടിയും കിട്ടി. നമ്മളങ്ങനെ ചത്തും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ചത്തിട്ട് നേരെ നമ്മൾ പോകുന്ന കേസ് പ്ലാന്റേഷനിലോട്ട് കാണുന്നത്. നമ്മുടെ GT മാത്രമേ ഉള്ളൂ. പ്ലാന്റേഷൻ എനിമി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും GT ചെക്ക് അടിക്കണം എന്നൊക്കെ തീരുമാനിച്ച് നമ്മൾ നേരെ പ്ലാന്റേഷനിലോട്ട് ഇറങ്ങി ഗൈസ്. പ്ലാന്റേഷനിൽ എനിക്ക് കിട്ടി ആർക്കും വേണ്ടാത്തൊരു ഫാമസാണ് ഗൈസ്. പിന്നെ ഒരു ചിപ്പോടെ കിട്ടിയിരുന്നു ഗൈസ്. നമ്മൾ വെറുതെ ഫാമസിന് ഇട്ട് കൊടുക്കുന്നില്ല, നമ്മളെന്തായാലും ഫാമസോട് കളിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫാമസിന് ചിപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഗൈസ്. നമുക്ക് അവിടെ നിന്ന് ഒരു ട്രോഗണും എടുത്ത് നമ്മൾ ഫാമസും ട്രോഗണാണ് അവിടെ നിർത്തി. പിന്നെ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഗൈസ് ഒരു വുഡ്പക്കറും കിട്ടി. അതുകൊണ്ട് നമ്മൾ നേരെ ലാംബോയിൽ കയറി നമ്മൾ നേരെ മിഡിലോട്ട് പോയി. മിഡിലൊരു എനിമി ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ താഴെ ഒരു എനിമി നമ്മളെ നല്ലൊരു ഹിറ്റ് തന്നിട്ടായിരുന്നു ഗൈസ്. അതെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ആ എനിമിനെ അടിക്കാനൊക്കെ വെച്ച് ഒരു വണ്ടാപ്പൊക്കെ കൊടുത്ത് മാസാക്കാന്നൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ എനിമി ലാംബോയിൽ കയറി രക്ഷപ്പെടാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു ഗൈസ്. അവനങ്ങനെ ആ ലാംബോയിൽ കയറി എടുത്ത് രക്ഷപ്പെട്ട് നമ്മൾ ആ ലാംബോ മാക്സിമം പൊട്ടിച്ച് അവനെ എങ്ങനെയൊക്കെ എടുക്കണം എന്നൊരു ആർത്തി മൂത്ത് നമ്മൾ അവനെ എടുക്കാനായിട്ട് നേരെ അപ്പുറത്തെ വശത്തോട്ട് ഓടുകയാണ് ഗൈസ്. ഗൈസ് നമ്മൾ അവനെ മാക്സിമം പിടിക്കാനൊക്കെ നോക്കിയെങ്കിൽ പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നൊന്നും കടന്നു കളഞ്ഞ് അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ട് അവൻ എന്നെ കണ്ട് പേടിച്ചാൻ തോന്നുന്നു. അവൻ ഫിയറായിപ്പോയി ഗൈസ്. അങ്ങനെ നമ്മളവനെ വെറുതെ വിട്ടേക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മളിവിടെ വന്നപ്പോഴാണ് ഗൈസ് ഇവിടെ അതിലും വലിയ പണി ഗൈസ്. അതുകൊണ്ട് അടുത്തതിനും നമുക്ക് അവിടെ നിന്ന് നല്ലൊരു അടി വന്നായിരുന്നു ഗൈസ്. നമ്മളവനെ അടിക്കണമെന്ന് കാണുന്നുമില്ല. പിന്നെ ഞാൻ അടുത്ത് ഒരിതും അടിച്ചിട്ട് നമ്മൾ നേരെ നമ്മൾ നേരെ മില്ലിൻ്റെ വശത്തേക്ക് പോയി. എനിക്കറിയായിരുന്നു നാശത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ നമ്മൾ നേരെ പോയിട്ടുണ്ട്. അവിടെ അർസറിലും കാര്യങ്ങളും ആരും തുറന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പോഴേ മനസ്സിലായി അവിടെ എനിമി ഉണ്ടെന്ന്. നമ്മൾ നേരെ പറഞ്ഞിരിക്കുന്നതാണ് ഗൈസ് അവിടെ ഒരു എനിമി ഗൈസ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി അവിടെ നല്ലൊരു എനിമി ഉണ്ടായിരുന്നു. അവൻ നമ്മൾ നെയ്ഡ് എറിഞ്ഞു. പക്ഷേ നെയ്ഡ് കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും നമ്മളൊരു നെയ്ഡ് അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. പിന്നെ നമ്മളതിനടുത്ത് നേരെ ട്രോഗണാക്കിയല്ലേ കഴിക്കുന്നത്. കയറി അങ്ങ് അടിച്ചേക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. താഴെ അവൻ ഫൈറ്റ് എടുക്കുക. നമ്മൾ തേർഡ് പാർട്ടി കയറി അവൻ എടുത്ത് ഗൈസ് അപ്പുറത്ത് ബാക്കിൽ നിന്ന് എഴുതാനാണെങ്കിൽ മറ്റേ സാധനമൊക്കെ. അപ്പോൾ കേസ് അവൻ അടിച്ചു വന്നപ്പോഴത്തേക്ക് കേസ് അവൻ മറ്റേ എനിമിക്ക് തീ തുപ്പസായിട്ടപ്പോൾ അവൻ നമുക്കെതിരെ അതിട്ട് കേസ് നമുക്ക് അവൻ എങ്ങനെയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവൻ നമുക്കെതിരെ തീ തുപ്പന്നിട്ട് അങ്ങനെയാണെങ്കിൽ അവനെ എടുത്തിരിക്കണം ഗൈസ്. ആ ഫ്ലെയിം ത്രോയർ ഇട്ട് തന്നെ അവനെ കൊല്ലണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്ലെയിം ത്രോയർ ഇല്ല, എൻ്റെ GT മാത്രമാണ്. അവനെ നമ്മൾ നെയ്യുടെ കയറി നോക്കി പക്ഷെ അവിടെ അവനെ കണ്ടില്ല ഗൈസ്. നമ്മൾ ട്രോഗം വെച്ച് എങ്ങനെയൊക്കെ എടുക്കുമെന്നുള്ള പ്ലാന് നമ്മളവിടെ വിളിച്ചിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ അർസനലിലോട്ട് കയറി ആ തീ തുപ്പ സാധനം പിന്നെ ഇട്ടെങ്കിലും എന്നോർത്ത് നമ്മൾ നേരെ അർസനലിലോട്ടും കാര്യങ്ങളിലോട്ടും കയറിയിട്ടുണ്ട് ഗൈസ്. അവനെ കണ്ടില്ല ഗൈസ്. അപ്പോഴും അവനോട് നിന്ന് ഇറങ്ങി വന്നില്ല. അവൻ എന്നെ കണ്ട് പേടിച്ച് കാണും. പെട്ടെന്ന് കേസ് അവൻ സാന്ത്വനവും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ നല്ല ഹിറ്റ് കൊടുത്ത് അവനൊരു 46 ഹിറ്റ് കൊടുത്ത് അവൻ എനിക്ക് ചെറുതും മേടിച്ച് വലുത് ഞാൻ മേടിച്ചിട്ടുണ്ട് അവൻ്റെ നിന്ന്. അവൻ നല്ല അടി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ഇൻഹേലറൊക്കെ വലിച്ച് സെറ്റായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ കേസ് അവൻ പിന്നെ നമുക്കൊരു ഹിറ്റ് തന്നു ഗൈസ്. നമ്മൾ അവനെ അടിക്കാൻ നോക്കിയിട്ട് അവൻ കവറിൻ്റെ മറവിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പേടിയായിരിക്കും അവനെന്നെ അടിക്കാൻ. അത് നമ്മൾ നേരിട്ടിട്ടുണ്ട്. അവന് നല്ല ഡാം കിട്ടി. അവൻ എനിക്കെതിരെ നേരിട്ട് ഗൈസ്. അവൻ്റെ പ്ലാൻ പ്രകാരം അവൻ ഇങ്ങോട്ട് നേരിട്ടുണ്ട്. പക്ഷേ ആ നേരിട്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ ബുദ്ധി എന്നോട് വേണ്ട, അവൻ്റെ
വിളച്ചിൽ കേസ്. അങ്ങനെ നമുക്ക് അവനെ എങ്ങനെ എടുക്കണം? ഇത്ര നേടും കാര്യങ്ങളിട്ട് നമ്മൾ അടിച്ചിട്ട് നമുക്ക് അവനെ എടുക്കാതെ പോകുന്നത് വളരെ മോശമല്ലേ? ഞാൻ എന്നെ അടുത്ത് നേരെ അർസണലിൻ്റെ മണ്ടക്കോട്ട് കയറാമെന്ന് വിചാരിച്ച് അവൻ അവിടെ വല്ല ഒളിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്ത് അവനെ അടിക്കാമെന്ന് വിചാരിച്ച് നേരെ അർസണലിൻ്റെ മണ്ടക്കോട്ടും കാര്യങ്ങളും കയറിയപ്പോഴാണ് ഗൈസ് അവൻ്റെ തല എനിക്ക് അവിടെ പീക്ക് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഗൈസ്. അവൻ്റെ നേട് പറഞ്ഞപ്പോൾ എനിക്ക് കൺഫേം ആയി ഗൈസ് അവനവിടെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ തല നേരെ സ്കോപ്പ് ചെയ്ത് അടിച്ച് വെറുതെ നമ്മൾ വണ്ടാ പഠിക്കാൻ നോക്കി ഒരു ബോഡി ഷോട്ട് കൊടുത്ത് ഓടിച്ചിരിക്കുന്നത് നല്ലതാണ്. സ്കോപ്പ് ഇട്ട് അവനെ അടിച്ച് നമ്മൾ ഹെഡ് ഷോട്ട് അടിച്ച് അങ്ങനെ തീർത്തിട്ടുണ്ട് ഗൈസ്. അവൻ്റെ അങ്ങനെ നമുക്ക് ലെവൽ 4 വെസ്റ്റും പിന്നെ എയ്സ്80 വേണോ വുഡ് പെക്കർ വേണോ എന്നുള്ള കൺഫ്യൂഷൻ ഞാൻ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ എയ്സ്80 വേണോ വുഡ് പെക്കർ വേണം. പിന്നെ മനസ്സിലായി എയ്സ്80 തന്നെ എടുക്കുക. കാര്യം എയ്സ്80 നല്ല ഡാമേജ് ഉള്ളതല്ലേ. അങ്ങനെ നമ്മൾ എയ്സ്80 കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് ഗൈസ്. എയ്സ്80 നല്ല ഡാമും കിട്ടും, പെട്ടെന്ന് വെസ്റ്റും പൊട്ടും. അതുകൊണ്ട് നമ്മൾ എയ്സ്80 കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് ഗൈസ്. ഇനി വരുന്നതിനൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് അടി കൊണ്ട് ചാവുമെന്ന് ഉറപ്പാകുകയും എൻ്റെ കയ്യിൽ എയ്സ്80 ആയിട്ടിരിക്കുന്നത്. അങ്ങനെ നേരെ സോണിലോട്ട് കയറുവാണ്. സോണിൽ കയറുമ്പോഴാണ് ഗൈസ് ഇവിടെ ഒരു എനിമി ഗൈസ്. അവന് നല്ല ഹിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവൻ ദിമിത്രി ഇട്ടിരിക്കുന്നു ഗൈസ്. ഇപ്പോഴും ദിമിത്രി ഇടുന്ന പ്ലേയേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ ദിമിത്രി ഇട്ടപ്പോൾ ഗൈസ് നമ്മുടെ മറ്റേ ഫ്ലെയിം ത്രോവർ ഉണ്ടായിരുന്നു, നമ്മൾ അതെറിഞ്ഞ് അവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ വെറുതെ ട്രോവും വെച്ചൊക്കെ പൊട്ടിച്ച് അങ്ങനെ അവനെ കാര്യങ്ങളും തീർത്ത് നമ്മൾ 3 കില്ലും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കളി ആരൊക്കെയോ സ്പെക്ക് ചെയ്യുന്നുണ്ട്, 4 പേരൊക്കെ സ്പെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 10 ലെവലോട്ടാക്കി ഗൈസ്. പിന്നെ ഞാനൊരു തീരുമാനം എടുത്ത് തെറ്റിപ്പോയത് ഗൈസ്, ഇങ്ങോട്ട് കയറണ്ടായിരുന്നു ഗൈസ്. ഞാൻ ജാം പരുവായി ബാക്കി സൈഡിൽ നിന്നെല്ലാം അടിച്ച് അങ്ങനെ ചത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കളി കഴിഞ്ഞ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.